ശ്രദ്ധിക്കുക, നമ്മൾ ചാപ്റ്റർ 4 ഡിറ്റർമിനൻസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഒരു ഡിറ്റർമിനൻസിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് തുടങ്ങാനായിട്ട് പോകുന്നത്. സോ അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മെട്രിക്സ് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഡിറ്റർമിനൻസിലേക്ക് പോകുന്നത്. മെട്രിക്സ് പോലെ തന്നെ ഡിറ്റർമിനൻസും അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പം കുറച്ച് ഏരിയയിൽ വരുന്നുണ്ട്, ഡിഫിക്കൽട്ട് അല്ല, വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ട് വരുന്നുണ്ട്. അത് ഞാൻ വരുമ്പോഴത്തേക്ക് പറയാം. അല്ലാതെ നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഒരെണ്ണം തന്നെയാണ് ഡിറ്റർമിനൻസും. അപ്പോൾ മെട്രിക്സിന്റെ കണ്ടിന്യൂഷൻ ആണ് ഡിറ്റർമിനൻസ്. അപ്പോൾ ആ ബേസിക്സ് ഇല്ലെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനൻസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡിറ്റർമിനന്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡിറ്റർമിനന്റ്, ഓക്കെ. ഓക്കെ, അപ്പം ഈ ഒരു നോട്ട്സ് ഇതേ സെയിം നോട്ട്സ് തന്നെ നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്യുന്നതായിരിക്കും ടെലിഗ്രാമിൽ. സോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ക്ലാസ് ഇപ്പൊ തൽക്കാലം ഇതിന്റെ കൂട്ടത്തിൽ എഴുതിയെടുക്കണമെന്നില്ല. എനിവേ ശ്രദ്ധിച്ചിരിക്കുക. സോ ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ്. അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതായത് ഒരു മെട്രിക്സ് A is equal to A11, A12, A21, A22. ഈ ഒരു ഫോമാറ്റിലാണ് നമുക്ക് 2x2 മെട്രിക്സ് വരുന്നത്. അപ്പൊ ഈ ഒരു 2x2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതുന്നത് DET ബ്രാക്കറ്റിൽ A, ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് A. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാറുണ്ട്, ഇതിനെ മോഡുലസ് ഓഫ് എ എന്നല്ല വായിക്കുന്നത്. ശ്രദ്ധിക്കുക, മോഡുലസ് ഓഫ് എ എന്നല്ല, ഡിറ്റർമിനന്റ് ഓഫ് എ എന്നാണ്. അതല്ലെങ്കിൽ ഇതാണ് ഇങ്ങനെ ഒരു റെക്ടാംഗിൾ ഷേപ്പ് ഇടാം. ഇത് എന്താണ്? ഡിറ്റർമിനന്റ് തന്നെയാണ്. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക, ഇതിനെ ക്രോസ് ചെയ്യുക. A11നെ എന്തുമായിട്ട് ക്രോസ് ചെയ്യുക? ഓക്കെ, ഞാൻ അത് തന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഇതിനെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് A11 ഇൻറ്റു A22 എന്ന് കിട്ടും. ഓക്കെ, മൈനസ് ഇടുക, അതിനുശേഷം ഇതിനെ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. A21 ഇൻറ്റു എത്ര? A12. സോ ഇത്രയേ ഉള്ളൂ എന്താന്ന് പറയുന്നത്, ഡിറ്റർമിനന്റ് ഓഫ് എ 2x2 മെട്രിക്സ് എന്ന് പറയുന്നത്. സോ അപ്പൊ ശ്രദ്ധിക്കുക, ഡിറ്റർമിനൻസ് എന്നുള്ളതാണ് ചാപ്റ്ററിന്റെ പേര്. നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ എഴുതിയത് ഒരു 2x2 മെട്രിക്സ് ആണ്. അപ്പൊ ജനറൽ ഫോം ആണ് A11, A12, A21, A22 എന്ന് പറയുന്നത്. മെട്രിക്സിന്റെ പേര് A ആണ്. സോ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ അതിനെ എഴുതുന്നത് DET, ഡിറ്റർമിനന്റ് ഓഫ് A എന്നോ, അല്ലെങ്കിൽ എന്താണ് ഈ മോഡുലസ് എന്നുള്ള സൈൻ അല്ല ഇവിടെ വരുന്നത്, ഇതിനെ ഡിറ്റർമിനന്റ് ഓഫ് A. അപ്പം ഒരു മെട്രിക്സ് B ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഡിറ്റർമിനന്റ് ഓഫ് B ആയിരിക്കും. ഇത് എന്താണ്? ഡിറ്റർമിനന്റ് ആണ്. അപ്പൊ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ബ്രാക്കറ്റിന്റെ ഷേപ്പ് മാറ്റണം. ഈ അകത്തോട്ടുള്ള ആ ഒരു കർവ് മാറ്റിയിട്ട് നേരെ സ്ട്രെയിറ്റ് ലൈൻസ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യുക. മെയിൻ ഡയഗണൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഓഫ് ഡയഗണൽസ് എന്ത് ചെയ്യുക? തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യുക. സോ ഈ ഡയഗണൽസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. A11 A22 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് ഇട്ടതിന് ശേഷം A21 A12 ആയിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇതാണ് ഡിറ്റർമിനന്റിനെ കുറിച്ച് ഫസ്റ്റില് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ ഒന്നുകിൽ ഇത് വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ഈ നോട്ട്സ് നിങ്ങൾ കൈ കിട്ടുമ്പോൾ എഴുതിയെടുക്കുകയോ ചെയ്യാം. സെയിം നോട്ട്സ് തന്നെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് ഒരു കേസ് ഉണ്ട്. എക്സാമ്പിൾ ക്വസ്റ്റിനെ കിടക്കുന്നത്, എക്സാമ്പിൾ 1 ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനെ കിടക്കുന്നത്. ഇവാലുവേറ്റ്, ടെക്സ്റ്റിൽ എക്സാമ്പിൾ 1 ആണ്. ഇവാലുവേറ്റ് 2, 4, -1, 2. സോ ദാറ്റ് ഈസ് നമുക്ക് എന്താണ്? മെട്രിക്സ് അല്ല, കണ്ടോ? ഡിറ്റർമിനന്റ് ആയി 2 വരെ ഇങ്ങനെ കിടക്കുന്ന ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനാണ്. അപ്പം അല്ലെങ്കിൽ മെട്രിക്സ് ഇങ്ങനെ വളഞ്ഞു വന്നേനെ. ഓക്കെ, സോ ഇതിന്റെ ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, അതിന് പേരില്ല. ബട്ട് ഇവാലുവേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ? സോ ഡിറ്റർമിനന്റ് ഇസ് ഈക്വൽ ടു ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക? 2 into 2 ഇതിനെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് ഓഫ് ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. -1 ഇൻറ്റു എന്താണ്? 4. അപ്പൊ മിക്ക ആൾക്കാർക്ക് ഇവിടെ തെറ്റി പോകുന്നത് 2 into 2 ചെയ്തിട്ട് ഓൾറെഡി ഒരു മൈനസ് ഉണ്ട് നമ്മുടെ ഇക്വേഷനകത്ത്. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. A11
A12 A21 A21 A22. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A11 A12 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A11 ഇൻറ്റു A22 ചെയ്തിട്ട് മൈനസ് ഇട്ടതിന് ശേഷമാണ് എന്തുള്ളത് A21 ഇൻറ്റു എത്ര A12 ചെയ്യുന്നത്. സോ അപ്പം ഇതിന്റെ രണ്ടെണ്ണത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു മൈനസ് ഇട്ട് ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം മാത്രമേ ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. സോ 4 മൈനസ് ഓഫ് എന്താണ് -4. സോ 4 മൈനസ് -4 എന്താവും പ്ലസ് ആവും. 4 + 4 എന്ത് വരും 8. സോ ഡിറ്റർമിനന്റ് എന്ത് വരും അവിടെ 8 വരും. അപ്പൊ ഇത് ഒരു 2x2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചേക്കുവാണ്. ആവശ്യമുള്ള ഒരു വീഡിയോ പോസ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക എഴുതി എടുക്കുക. അടുത്ത എന്താണ് നമുക്ക് തന്നിരിക്കുന്നത് എക്സാമ്പിൾ 2 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവാലുവേറ്റ് സെയിം എന്താണ് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നേക്കുവാണ് എക്സ് എന്താണ് x+1 പിന്നെ എന്താ ഉള്ളത് x-1 x ഇത് ഡിറ്റർമിനന്റ്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. സോ നമുക്ക് എന്താ എഴുതാം വീണ്ടും ഡിറ്റർമിനന്റ് ഇസിക്കൽ ടു ഇതിനെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം x ഇൻറ്റു എക്സ്. അപ്പൊ ഇനി അങ്ങോട്ട് ചെയ്തു വരുമ്പോൾ x ഇൻറ്റു എക്സ് എന്ന് എഴുതണ്ട x² എന്ന് എഴുതിയാൽ മതി. മൈനസ് ഓഫ് ബ്രാക്കറ്റിനകത്ത് എന്ത് വരും x-1 ഇൻറ്റു എന്താണ് x+1. അപ്പൊ അത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. സോ x ഇൻറ്റു എക്സ് എന്താ x² മൈനസ് x-1 ഇൻറ്റു x+1 എന്തുവാ a+b ഇൻറ്റു a-b a² മൈനസ് എന്താണ് b² എന്ന് വരും. ഓക്കെ, സോ നോക്കൂ x² ഈ മൈനസ് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് -x² മൈനസ് ഇൻറ്റു മൈനസ് എന്താവും +1² മീൻസ് എത്ര 1. സോ x² മൈനസ് x² ക്യാൻസൽ ആയി പോവും. 1² ഇസിക്കൽ ടു എന്താണ് വരുന്നത് 1 വരും. സോ ഇത് സിമ്പിൾ ഒരു എക്സാമ്പിൾ ആണ്, ടെക്സ്റ്റിൽ കിടക്കുന്ന ഒരു കേസ് തന്നെയാണ്. അടുത്തതായിട്ട് അപ്പൊ ആവശ്യമുള്ളവർ ഇത് എഴുതി എടുക്കുക. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 3x3. മെട്രിക്സ് ഓഫ് ഓർഡർ എന്താ 3x3. നമ്മൾ ഇത്ര നേരം ചെയ്ത് എന്താണ് 2x2. അപ്പൊ ഒരു ക്ലൂ കൂടി പറഞ്ഞു തരാനുള്ളത് സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ എൻഡയർ +2 ഒരു അക്കാഡമിക് ഇയറിൽ നിങ്ങൾ മാത്സിന് ഒരു ഇക്വേഷൻ ബുക്ക് കീപ്പ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ ചാപ്റ്ററിലും കിട്ടുന്ന ചില വാലിഡ് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. എസ്പെഷ്യലി മെട്രിക്സിലെ ഡിറ്റർമിനൻസിലൊക്കെ ഒരുപാട് കുഞ്ഞു പോയിന്റ്സ് ഉണ്ട് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ അത് ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ മെട്രിക്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്, എത്ര തരത്തിലുള്ള മെട്രിക്സ് ഉണ്ട്, പിന്നെ അതൊക്കെ തന്നെ എന്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, ആ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും, അങ്ങനെ ചെറിയ ഷോർട്ട് ഫോംസ് നമുക്ക് എഴുതി വെക്കാൻ പറ്റും. പിന്നെ പറഞ്ഞുള്ള എന്താണ് എലമെന്ററി ട്രാൻസാക്ഷൻസ് ഏതൊക്കെ തരത്തിലുള്ള ഓപ്പറേഷൻസ് പോസിബിൾ ആണ്, വളരെ ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. 3x2 സ്ക്വയർ മെട്രിക്സിന് മാത്രമേ എന്തുള്ളൂ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അടുത്ത ഡിറ്റർമിനന്റ് ഓഫ് എ 3x3 മെട്രിക്സ്. അപ്പൊ അതൊരു കറക്റ്റ് മെട്രിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു എന്താണ് അതിന്റെ ജനറൽ ഫോം ചെയ്ത് നോക്കാം. സോ okay, so determinant of A is equal to A11 A12 A13 A21 A22 A23 A31 A32 A33. അപ്പൊ ഇത് മിക്ക ആൾക്കാർക്കും ഫസ്റ്റിലെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു കേസ് ആണ്. വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം ഈ ഒരു കേസ്. സോ ഡിറ്റർമിനന്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, നമ്മള് ഡിറ്റർമിനന്റ് ചെയ്യുന്നത് ഫസ്റ്റ് റോ വെച്ചിട്ടാണ് ഇത് എന്ത് ചെയ്യാൻ പോകുന്നത്, എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. എന്താണ് യൂസിങ് ഫസ്റ്റ് റോ. സോ ഫസ്റ്റ് റോ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്. അതിന്റെ പിന്നീട് വേറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് റോ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ A11 എടുക്കും. അപ്പൊ ആ A11നെ ഞാൻ പുറത്തിടും. A11നെ പുറത്തിടും. എന്നിട്ട് ഈ A11 വരുന്ന റോയും കോളവും കളയും. A11 വരുന്ന റോ ആണ് ഇത്, A11 വരുന്ന കോളം ആണ് ഇത്. ബാക്കി എന്താ ഉള്ളത്, ഈ ഒരു സെക്ഷൻ ആണുള്ളത് അല്ലെ. അതിനെ എടുക്കും. അതിനെ എടുത്തിട്ട് അതിന്റെ എന്ത് കണ്ടുപിടിക്കും, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കും. അപ്പൊ ഞാൻ തൽക്കാലം ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഈ A11 വരുന്ന റോയും കളയും, A11 വരുന്ന കോളവും കളയും, റോയും കളഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉള്ളത്, ഇതും ഈ 4 എണ്ണം ഉള്ളത്. അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. ഡിറ്റർമിനന്റ് എങ്ങനെ, ഇങ്ങനെ ക്രോസ് ചെയ്താൽ മതി. ഇതേ ഇൻറ്റു ഇതേ മൈനസ് ഇതേ ഇൻറ്റു ഇത്. സോ A22 into A33 minus of
A32 ഇൻറ്റു എത്ര A23. അപ്പൊ ഇത്രയും ചെയ്തു എന്ന് ഇപ്പൊ കരുതിയിട്ട് പണി തീർന്നു എന്ന് പറഞ്ഞാലും ഇരിക്കരുത്. ഇനിയും നമുക്ക് എന്തുണ്ട്, ജോലിയുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റോയുടെ കാര്യം എല്ലാം കഴിഞ്ഞു. ഓക്കെ, ഇതിങ്ങനെ വരയ്ക്കാൻ നിന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവത്തേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് മൈനസ് ഇടുക. സോ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. അതിന്റെ റീസൺ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. കാരണം അതവിടെ നിൽക്കട്ടെ, മൈനസ് എടുക്കാം. ഇനി അടുത്ത A11 അല്ലേ ആദ്യം എടുത്ത്, ഇനി എന്തെടുക്കണം, A12 എടുക്കണം. A12 എടുത്തിട്ട് ഈ A12 വരുന്ന റോയും കോളവും കളയണം. A12 വരുന്ന കോളം ആണിത്, A12 വരുന്ന റോ ആണിത്. അത് രണ്ടും കളഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്, ഈ 4 ഉള്ളൂ. കണ്ടോ, അതിന്റെ എന്ത് കണ്ടുപിടിക്കണം, ഡിറ്റർമിനന്റ്. സോ A21 ഇൻറ്റു A33 ആണ്. A21 ഇൻറ്റു A33 മൈനസ് തിരിച്ച് ഇതിനെ ക്രോസ് ചെയ്യണം. എത്ര, A31 ഇൻറ്റു എത്ര, A23. അപ്പൊ ഇത് ചെയ്തു വരുമ്പോഴേ കുറച്ചുകൂടെ പ്രാക്ടീസ് ആവത്തുള്ളൂ. ശ്രദ്ധിക്കുക, A12 എടുക്കുമ്പോ അതിന്റെ റോയും കോളവും കഴിഞ്ഞാൽ പിന്നെ 1 2 3 4 ഈ 4 ഉള്ളൂ. ആ 4 ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം, തിരിച്ച് അങ്ങോട്ട് എന്ത് ചെയ്യണം, ക്രോസ് ചെയ്യണം. ഓക്കെ, ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, റോയും കോളവും ചെയ്തങ്ങ് പോയാൽ മതി. ഇനി ഒരെണ്ണം കൊണ്ട്, അപ്പൊ ഏതായിരിക്കും, A13 എടുക്കണം. സോ A13 പ്ലസ് എടുക്കണം, പ്ലസ് A13 ഇൻറ്റു ഏതായിരിക്കും, ഇത് വരുന്ന എന്താണ് കോളവും ഇത് വരുന്ന റോയും കളഞ്ഞാൽ അത് ഈ 4 വരും. സോ എത്ര ആയിരിക്കും, A21 ഇൻറ്റു എത്ര ആയിരിക്കും, ഇൻറ്റു A32 മൈനസ് തിരിച്ച് ഇതിനെ എന്താ, A31 ഇൻറ്റു എത്ര, A22. സോ ഇതായിരിക്കും എന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ് ഈ പ്ലസ് മൈനസ് വന്നതെന്ന് ചോദിച്ചാല്, ഈ A11 എടുക്കുവാണെങ്കിൽ ഈ A11 എടുക്കുമ്പോൾ ഇവിടെ 1 ഉം 1 ഉം. സോ -1 റൈസ് ടു I പ്ലസ് J എന്നുള്ളതാണ് ഇവിടെ വരേണ്ടത് സൈന്. സോ -1 റൈസ് ടു I എത്ര, ഇവിടുത്തെ I മീൻസ് 1 ആണ്, J എത്ര 1 ആണ്. സോ -1 റൈസ് ടു 2 വരും, ദാറ്റ് ഈസ് പോസിറ്റീവ്. അതുകൊണ്ടാണ് ഇവിടെ A11 പോസിറ്റീവ് കൊടുത്തത്. സോ അടുത്ത A12 എടുക്കുമ്പോൾ നെഗറ്റീവ് എന്ത് വന്നു എന്ന് ചോദിച്ചാല്, -1 റൈസ് ടു I പ്ലസ് J എടുക്കുമ്പോൾ -1 റൈസ് ടു I എത്ര 1, J എത്ര 2. സോ 1 പ്ലസ് 2 -1 റൈസ് ടു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. സോ ഏതാണോ എടുക്കുന്നത് അതിന്റെ എന്താണ് സബ്സ്ക്രിപ്ഷനെ എടുത്ത് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ -1 റൈസ് ടു I പ്ലസ് J ഇട്ട് നോക്കുമ്പോഴത്തേക്ക് എന്ത് വരുന്നു, സൈൻ വരുന്നു നോക്കിയാൽ മതി. സോ അപ്പൊ ഇവിടെ A13 എങ്ങനെ പോസിറ്റീവ് ആയി, -1 റൈസ് ടു എത്ര 1 പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 റൈസ് ടു 4 ദാറ്റ് ഈസ് പോസിറ്റീവ്, ദാറ്റ് ഈസ് എത്ര 1, ഫോർമുല 1. സോ അങ്ങനെയാണ് ആ സൈൻസ് അവിടെ പോസിറ്റീവ് ആയത്. അപ്പം എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള ഒരു ക്ലൂ ഇത് മാത്രമേ ഉള്ളൂ. ഈ ഫസ്റ്റ് റോയിൽ ഓപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ പ്ലസ് മൈനസ് പ്ലസ് അങ്ങനെ അങ്ങ് പോയാൽ മതി. വീണ്ടും പ്ലസ് മൈനസ് പ്ലസ്, പ്ലസ് മൈനസ് പ്ലസ്, സോറി പ്ലസ് മൈനസ് പ്ലസ്, മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് അങ്ങനെ പോകും. ഓക്കെ, ആ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചേഞ്ച് ആയി പോകും. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫസ്റ്റ് റോയിൽ ഓപ്പറേഷൻ പഠിച്ചാൽ മതി, പ്ലസ് മൈനസ് പ്ലസ് എന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതെങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഈ ഒരു കേസ് ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചേക്കാം. പക്ഷെ ഇത് കാണാൻ പഠിക്കുന്നത് അതിന്റെ ആവശ്യമില്ല കേട്ടോ, അത് ബിഗ് മിസ്റ്റേക്ക്, അല്ല നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് എഴുതി വെക്കാം. പിന്നെ 1-2 കാര്യങ്ങൾ പറയാനുള്ളത്, for easier calculations we shall expand the determinant along that row or column which okay. അതായത് ഇപ്പൊ ഞാൻ ഫസ്റ്റ് റോ വെച്ചാണ് ഇത് എന്ത് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തത്. ഈസിയർ കാൽക്കുലേഷൻസ് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ 0 വരുന്ന കോളോ റോ ഏതെങ്കിലും വെച്ചായിരിക്കും നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഓർത്തിരുന്നാൽ മതി, നോട്ട്സിൽ അത് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്ന 0 വരുന്ന കോളവോ റോയോ വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ രണ്ടിടത്ത് 0 ആണെങ്കിൽ നമ്മൾ തേർഡ് റോ വെച്ചേ ചെയ്യത്തുള്ളൂ. ഈ 2 ടേംസ് 0 ആണെങ്കിൽ അവിടെ എളുപ്പം ചെയ്യാനായിട്ട് ആ റോ വെച്ചായിരിക്കും നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ടൈപ്പ് പ്രോബ്ലം നമ്മൾ ചെയ്യും, ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, പിന്നെ ഈ പോസിറ്റീവ് നെഗറ്റീവ് ഓർത്ത് വെച്ചേക്കാം. പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്, അത് നിങ്ങൾ എത്ര ഓർത്താൽ മതി. A31 എടുക്കുവാണെങ്കിൽ 3 പ്ലസ് 1 എത്ര 4, -1 റൈസ് ടു 4 എത്ര ആയിരിക്കും 1, അങ്ങനെ നോക്കിയാൽ മതി. സോ അപ്പൊ നമുക്കൊരു 3x3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോക്കാം. എക്സാമ്പിൾ 3.
So evaluate determinant എന്താണ് 1 2 4 minus 1 3 0 4 1 0. Okay, example 3 ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കേസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ സീറോസ് എവിടെ വരുന്നത്? ഇവിടെയാണ് സീറോ. അപ്പൊ ശരിക്കും ഈ കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നത് ഇത് ചെയ്യാൻ എളുപ്പം. പക്ഷെ എന്നാലും നമ്മള് അതാണ് എളുപ്പം. ഓക്കെ ഓക്കെ, അത് തന്നെ, ആ കോളം വെച്ച് ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം. അതുകൊണ്ട് ആ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, നോക്കിക്കേ, ഇതല്ലാത്ത രീതിയിലും രണ്ട് രീതി ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷെ കത്തും. ഓക്കെ, ആദ്യം നമ്മൾ ഇത് വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പോവാം. ഏതാ? ഈ ഫസ്റ്റ് റോ വെച്ച്. അപ്പൊ എന്തായിരിക്കും? ഡിറ്റർമിനന്റ് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു, ആദ്യം 1 എടുക്കണം. ഇനി ആ റോയും കോളവും കഴിഞ്ഞാൽ എന്തുവാ? 3 ഇൻറ്റു 0, 3 ഇൻറ്റു 0 മൈനസ് 1 ഇൻറ്റു 0, 1 ഇൻറ്റു 0. ഓക്കെ, ഇനി 1 അടുത്ത പ്ലസ് ആയിരിക്കും. പ്ലസ് 2 ഇല്ല, സോറി, അടുത്ത എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അറിയാലോ, പ്ലസ് മൈനസ് പ്ലസ് അങ്ങനെ പോകുന്നത്. പ്ലസ് മൈനസ് പ്ലസ്. സോ മൈനസ് 2 ഇൻറ്റു 2 വരുന്ന റോയും കോളവും കഴിഞ്ഞാൽ എന്ത് വരും? 2 വരുന്ന കോളവും റോയും കഴിഞ്ഞാൽ മൈനസ് 1 ഇൻറ്റു 0, മൈനസ് 1 ഇൻറ്റു 0, 4 ഇൻറ്റു 0, മൈനസ് എത്ര? 4 ഇൻറ്റു 0. അപ്പൊ അത് ശ്രദ്ധിക്കണം. 2 വരുന്ന കോളവും റോയും കളഞ്ഞാൽ മൈനസ് 1 0 4 0 ഇതേ കിടക്കത്തുള്ളൂ. സോ മൈനസ് 1 ഇൻറ്റു 0 മൈനസ് ഓഫ് 4 ഇൻറ്റു 0. ഇനി അടുത്ത എന്തുവാ? പ്ലസ് 4. പ്ലസ് 4 ഇൻറ്റു 4 വരുന്ന റോയും കോളവും കഴിഞ്ഞാൽ എന്താ ഉള്ളത്? മൈനസ് 1 3 4 1. അത് ഈ 4 ഉള്ളത്. സോ മൈനസ് 1 ഇൻറ്റു 1, മൈനസ് 1 ഇൻറ്റു 1, മൈനസ് ഓഫ് 4 ഇൻറ്റു 3. ഓക്കെ, ദാറ്റ് ഈസ് എന്ത് വരും? 1 ഇൻറ്റു, അത് വേണ്ട, 3 ഇൻറ്റു 0 0, മൈനസ് 1 ഇൻറ്റു 0 എന്താ? 0. അപ്പൊ ദാറ്റ് ആ ടേം ഫുൾ എന്തായിട്ട് 0. മൈനസ് 2 ഇൻറ്റു 1 ഇൻറ്റു 0 0, മൈനസ് 4 ഇൻറ്റു 0 എത്ര? 0, പ്ലസ് 4 ഇൻറ്റു മൈനസ് 1 മൈനസ് 4 3 സാർ എത്ര? 12. അപ്പൊ ഇത് ഫുൾ ടൈം എന്താ? ഇപ്പൊ 0 പ്ലസ് 4 ഇൻറ്റു മൈനസ് 13 അല്ലേ? മൈനസ് 13, 4 ഇൻറ്റു മൈനസ് 13, മൈനസ് 13, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 52. ശരിയാണ്, മൈനസ് 52. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ നോക്കേ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നേരം ഏറ്റവും കൂടുതൽ സീറോ വരുന്ന കോളോ റോ വെച്ച് എന്ത് ചെയ്യണം? നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ ഈ സെയിം ഇത് തന്നെ ഇതൊന്ന് എഴുതിയെടുത്തേക്കാം. നമ്മുടെ നോട്ടിൽ ഇതല്ല കിടക്കുന്നത്. സോ നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എഴുതിയെടുക്കാം. മൈനസ് 52 ആണ് കിട്ടിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റേ രീതിയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്നത് ഈ 3 വെച്ചിട്ടാ. ഈ റോയിലാണ്, ഈ കോളത്തിലാണ് മാക്സിമം എന്തുള്ളത്? 0. ഈ കോളം. അപ്പൊ ശ്രദ്ധിക്കുക, ഇതെന്തായിരിക്കും? A13, ഇതെന്തായിരിക്കും? A23, ഇതേതായിരിക്കും? A33 അല്ലെ? ഇതിന്റെ സയൻസും കൂടെ നോക്കി വെക്കാം. A11 വരുമ്പോ എന്തുവാ? മൈനസ് 1 റേസ് ടു എത്ര? 4. അപ്പൊ എന്ത് വരും? പോസിറ്റീവ് 1 വരും. ഇത് വരുമ്പോ മൈനസ് 1 റേസ് ടു 5 എന്ത് വരും? മൈനസ് 1 വരും. ഇത് മൈനസ് 1 റേസ് ടു 6, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 3 പ്ലസ് 3 എന്നുള്ളതാണ് 6. എത്ര? 1 വരും. അപ്പൊ ശ്രദ്ധിക്കുക, വേറൊന്നുമല്ല, ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ A13 ആണ്. സോ മൈനസ് 1 റേസ് ടു ആ സബ്സ്ക്രിപ്ഷൻ അമ്മയെ ആഡ് ചെയ്യണം. 1 3 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 4 കിട്ടുന്നത്. സോ ഇവിടെ മൈനസ് 1 റേസ് ടു, ഇതിന്റെ പൊസിഷൻ A23 ആണ്. സോ 2 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര ഒരു 5. സോ മൈനസ് 1 റേസ് ടു 5. സോ മൈനസ് 1 റേസ് ടു ഓഡ് നമ്പർ ആണെങ്കിൽ എന്ത് വരും? മൈനസ് വരും. അപ്പൊ ഇനി നമുക്ക് ഇവിടെ തുടങ്ങാം. ഏത് റോയിന്നാ? ഈ കോളത്തിൽ നമ്മൾ ചെയ്തു തുടങ്ങുന്നത്. ശ്രദ്ധിച്ചോണേ. സോ 4 എന്ന് പറയുന്ന നമ്പർ, ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ 4 എടുത്ത് കഴിഞ്ഞാല് 4 പോസിറ്റീവ് ആണല്ലോ. 4 എടുത്ത് കഴിഞ്ഞാല് ഈ 4 വരുന്ന റോയും കോളവും കളയണം. 4 വരുന്ന റോ ഇത്, കോളം ഇത്. സോ എന്താ ഉള്ളത്? ഇത്രയും പാർട്ടാണ് നമുക്ക് പിന്നുള്ളത്. സോ അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ മൈനസ് 1 ഇൻറ്റു 1 മൈനസ് ഓഫ് 4 ഇൻറ്റു 3. ഓക്കെ, ഇനി എന്തുവാ? അടുത്ത എന്തുവാ? 0 എടുക്കണം. സോ ഇവിടെ മൈനസ് ആണ്. മൈനസ് 0 മൈനസ് എടുക്കണം. മൈനസ് ഇൻറ്റു 0 ഇൻറ്റു, പിന്നെ ബാക്കി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് അത് എന്തായിരിക്കും? 0 ഇൻറ്റു സംതിങ് ഫുൾ 0 ആയിരിക്കും. പിന്നെ അടുത്ത പ്ലസ് ആണ്. ഈ ടൈം എടുക്കുമ്പോൾ പ്ലസ് എടുക്കണം. പ്ലസ് അതും എന്തുവാ? 0 ഇൻറ്റു സംതിങ്. അത് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് 0 ഇൻറ്റു ബാക്കി അതാണ് പറഞ്ഞത്. കാൽക്കുലേഷൻ ഈസി ആയിരിക്കും. ദാറ്റ് ഈസ് 4 ഇൻറ്റു മൈനസ് 1 മൈനസ് 12, 4 ഇൻറ്റു മൈനസ് 13, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 52.
ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡിറ്റർമിനന്റ് ഏത് റോ വെച്ചോ ഏത് കോളം വെച്ചോ ചെയ്യാം. മാക്സിമം നമ്പർ ഓഫ് സീറോസ് വരുന്ന റോയോ കോളം വെച്ച് ചെയ്യാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ലൈവ് സെക്ഷൻ വെക്കുമ്പോൾ ഈ സെയിം ഈ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എഴുതി എടുത്തിട്ട് ഇതുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ബുക്കിൽ തന്നെ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, അപ്പൊ ആവശ്യമുള്ളവർ ഇതൊന്ന് എഴുതി എടുത്തോളൂ. അല്ല സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഇത് എഴുതിയെടുക്കാം. രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളൂ. രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ചെയ്തതിനു ശേഷം നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഇവാലുവേറ്റ് ഡിറ്റർമിനന്റ് ഇസ് ഈക്വൽ ടു 0 sin alpha minus cos alpha minus sin alpha 0 എന്താണ് sin beta cos alpha minus sin beta 0. അപ്പൊ ട്രിഗണോമെട്രി ഒക്കെ കയറി വന്നു അല്ലേ? ഓക്കെ, ഇത് വേറൊന്നുമില്ല, ചെയ്യാൻ നമ്മുടെ പഴയ ഓർഡർ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. ഫസ്റ്റ് റോ വെച്ച് ചെയ്ത് നോക്കിയാൽ മതി. ബിക്കോസ് ഇവിടെ 0 0 ഒക്കെ ഉണ്ട്, പക്ഷെ അത് ഏതെങ്കിലും ഒരു റോയിലോ കോളത്തിലോ എല്ലാ റോയിലും ഉണ്ട്, എല്ലാ കോളത്തിലും ഉണ്ട്. സോ അത് ഒരെണ്ണം വെച്ചാണുള്ളത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റോ ഓപ്പറേഷൻ തന്നെ ചെയ്താൽ മതി. ഫസ്റ്റ് റോ എടുക്കുമ്പോൾ അറിയാലോ, ഇവിടെ പോസിറ്റീവ്, ഇതെടുക്കുമ്പോൾ പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്. സോ ഡിറ്റർമിനന്റ് ഇസ് ഈക്വൽ ടു 0 ഇൻറ്റു എന്താ, പിന്നെ ബാക്കി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. പിന്നെ അടുത്ത് എന്തുവാ, മൈനസ് സൈൻ ആൽഫ ഇൻറ്റു, അത് ചെയ്യണം. സൈൻ ആൽഫ എന്ന് പറയുമ്പോൾ ഈ റോയും ഈ കോളവും ഈ റോയും കഴിയുമ്പോൾ 1 2 3 4 ഈ 4 ഉണ്ട്. സോ മൈനസ് സൈൻ ആൽഫ ഇൻറ്റു 0 മൈനസ് എന്തോ ഇത് രണ്ടോടെ മൾട്ടിപ്ലൈ ചെയ്യണം. കോസ് ആൽഫ ഇൻറ്റു എത്ര, സൈൻ ബീറ്റ. സോ പ്ലസ് മൈനസ്, അടുത്ത മൈനസ് പ്ലസ് ആണ്, പ്ലസ് ബട്ട് എനിവേ അതെന്താ കോസ് ആൽഫ മൈനസ് കോസ് ആൽഫ ആണ്, അത് അവിടെ വന്നു. സോ ഇക്വേഷനകത്ത് ഓട്ടോമാറ്റിക്കലി ഉള്ള സയൻസ് ആണ് ഞാൻ പറയുന്നത്. ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് എന്താണ് പ്ലസ്. സോ അവിടെ മൈനസ് കോസ് ആൽഫ വന്നോണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അവിടെ തന്നെ വരും. ബട്ട് ഇൻ കേസ് നമ്മൾ ഇവിടെ ആയിരുന്നു മൈനസ് സൈൻ ആൽഫ വന്നിരുന്നതെങ്കിൽ നമ്മുടെ ഇക്വേഷനകത്തുള്ള മൈനസും ഇതിനകത്തുള്ള മൈനസും കൂടെ എന്തായി പോയേനെ, പ്ലസ് ആയേനെ. സോ അങ്ങനെ അല്ല വന്നത്. അതുകൊണ്ട് ഇവിടെ ഓൾറെഡി ഇക്വേഷനകത്ത് പോസിറ്റീവ്, അപ്പൊ ഈ കോസ് ആൽഫ മൈനസ് വന്നുകൊണ്ട് പ്രശ്നമില്ല. കോസ് ആൽഫ ഇൻറ്റു എന്തെടുക്കണം, ഈ റോയും ഈ കോളവും കളയുമ്പോൾ ഇത് 1 2 3 4 ഇത് 4 സോ മൈനസ് സൈൻ ആൽഫ ഇൻറ്റു 0 മൈനസ് സൈൻ ആൽഫ ഇൻറ്റു എത്ര, മൈനസ് സൈൻ ബീറ്റ മൈനസ് കോസ് ആൽഫ ഇൻറ്റു 0. അപ്പൊ ഒരു കേസ് ഉണ്ട്, ഇത്രയൊന്നും വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമൊന്നും ഇല്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഒരു പ്രോബ്ലം ചെയ്യുന്നോണ്ട് എങ്ങനെ എഴുതുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ അതിന്റെ വാല്യൂസ് അങ്ങ് എഴുതി പോകത്തേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ എന്ത് വരും, 0 പ്ലസ് സൈൻ ആൽഫ അവിടെ കിടന്നോട്ടെ, ഇത് രണ്ടും കൂടെ എന്തായി പോകും, 0 മൈനസ് എത്ര, കോസ് ആൽഫ സൈൻ ബീറ്റ മൈനസ് കോസ് ആൽഫ ഇൻറ്റു ഇത് രണ്ടും കൂടെ എന്ത് വരും, പ്ലസ് എന്ത് വരും, സൈൻ ആൽഫ സൈൻ ബീറ്റ, ഇത് ഇൻറ്റു 0 ദാറ്റ് ഈസ് മൈനസ് 0 വരും. ഓക്കെ, ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ സൈൻ ബീറ്റ മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ സൈൻ ബീറ്റ. ഇത് രണ്ടും ഒന്ന് തന്നെ അല്ലേ? ഇത് നോക്കി, ഇത് പോസിറ്റീവ് അല്ലേ? ഓക്കെ, ഇത് ഓർഡർ ഒന്ന് മാറി കിടക്കുന്ന മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇത് ABC മൈനസ് BAC, അതുപോലെ തന്നെ ഉള്ളൂ. അപ്പം സൈൻ ആൽഫ ഉണ്ട്, സൈൻ ആൽഫ ഉണ്ട്, കോസ് ആൽഫ ഉണ്ട്, കോസ് ആൽഫ ഉണ്ട്, സൈൻ ബീറ്റ ദാറ്റ് ഈസ് സെയിം തന്നെയാ. ആൻസർ എന്ത് വരും, 0 വരും. സോ അപ്പൊ ഇത് എഴുതിയെടുക്കുക. ട്രിഗണോമെട്രിയുടെ ഇതൊക്കെ വന്നതിന് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. ഓക്കെ, okay, last question, find the value of x. Find the values, nalla value alle, value of x for which നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്. ഡിറ്റർമിനന്റ് 3x x1 is equal to എന്താണ്, 3 2 4 1. വാല്യൂസ് ആണോ വാല്യൂ നാം നോക്കട്ടെ. വാല്യൂസ് തന്നെ കേട്ടോ, വാല്യൂസ് ഓഫ് എക്സ് കേട്ടോ. അപ്പം
ക്ലൂ വന്നേക്കുന്നതാണ് ഈ രണ്ട് ഡിറ്റർമിനൻസും എന്താണ്, ഇതിന്റെ രണ്ടിന്റെ ഡിറ്റർമിനൻസ് ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം, ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് ഈക്വൽ ആണ്. ഇത് മെട്രിക്സ് അല്ല, ആലോചിച്ചോണം. മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് x=4 എന്നൊക്കെ പറയാം, അങ്ങനെയല്ല. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനൻസ് ഈക്വൽ. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 3 × 1 മൈനസ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇതിന്റെ മൈനസ് എന്തോ x², x × x എത്ര x² ഇസ് ഈക്വൽ ടു പിന്നെന്താ 3 × 1 മൈനസ് 4 × 2 എത്ര 8. അങ്ങനെ ഒരുമിച്ച് അങ്ങ് എഴുതാൻ പറ്റും. ഓക്കെ, സോ 3 - x² ഇസ് ഈക്വൽ ടു 3 - 8. അപ്പൊ നോക്കിക്കേ, -x² ഇസ് ഈക്വൽ ടു 3 - 8 എന്ന് പറയുമ്പോഴത്തേക്ക് 3 - 8 ഇതെന്ത് -3 ആവും, കട്ടായി പോവും. -x² ഇസ് ഈക്വൽ ടു -8 എന്ന് വരും. സോ x² ഇസ് ഈക്വൽ ടു 8 വരും. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ. x² ഇസ് ഈക്വൽ ടു 8 ആവുമ്പോഴത്തേക്ക് x² ഇസ് ഈക്വൽ ടു 8. അപ്പൊ x ആവുമ്പോ എത്ര ±√8. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ +or- എടുക്കണം. √8നെ 2 × 4 2 × എത്ര 2. സോ x ഇസ് ഈക്വൽ ടു ±. നമുക്കറിയാം √8 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 × 2 × 2 ആണ്. രണ്ടെണ്ണം പുറത്തെടുത്താൽ 2√2 എന്ന് വരും. സോ ±2 √2 ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ±2 √2. അപ്പൊ ശ്രദ്ധിക്കുക, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് ഈ രണ്ട് മെട്രിക്സ് ഡിറ്റർമിനൻസ് ഈക്വൽ ആണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ ഡിറ്റർമിനൻസ് കണ്ടുപിടിച്ചിട്ട് ഈക്വൽ ആണെന്ന് തെളിയിച്ച് കൊടുത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ്. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈവ് സെക്ഷനിൽ ചോദിക്കാം. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിറ്റർമിനൻസിന്റെ പാർട്ട് 1. സോ അപ്പൊ ശ്രദ്ധിക്കുക, മെട്രിക്സ് നന്നായിട്ട് ചെയ്തു പഠിക്കുക. അതാണ് തന്നെ ഇതിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്തു പഠിക്കുക. അല്ലാതെ പിന്നെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്തു പഠിച്ചതിന് ശേഷം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ വാങ്ങിച്ചതിന് ശേഷം ചെയ്തു പഠിക്കാം. നമുക്ക് വിത്ത് സൊല്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്സ് അവൈലബിൾ ആണ്. അത് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. അല്ല അങ്ങനെ കുറച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനകത്ത് ചിലപ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കിടക്കുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്ത് ഒന്ന് ഫോമായി വന്നതിന് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഫസ്റ്റ് പാർട്ടായേ ഉള്ളൂ. നമ്മുടെ മെട്രിക്സ് ഇപ്പൊ നിങ്ങൾ ഓൾറെഡി തീർന്നു. ഡിറ്റർമിനൻസും കൂടെ തീർന്നതിന് ശേഷം മാത്രം അതിന്റെ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് എടുത്താൽ മതി. ബിക്കോസ് ചില ക്വസ്റ്റ്യൻസ് മെട്രിക്സ് ഡിറ്റർമിനൻസ് നമ്മൾ കാണുമ്പം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പാടായിരിക്കും. സോ അതുകൊണ്ട് അതൊന്ന് ക്ലിയർ ആയി വരുമ്പോഴത്തേക്കും ഓക്കെ ആവും. സോ താങ്ക് യു.